തുടർച്ചയായ രണ്ടാം മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന് പരാജയം തന്നെയായിരുന്നു റിസൾട്ട് എന്ന് പറയുന്നത്. മുംബൈ സിറ്റിക്കെതിരായ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. 47-ാം മിനിറ്റിൽ മുംബൈ സിറ്റി ക്യാപ്റ്റൻ ലാലിയൻ സുലാചാങ്തിയാണ് മുംബൈ സിറ്റിക്കായി വിജയ ഗോൾ നേടിയത്. അങ്ങനെ ഹോം മാച്ചിലെ ആദ്യ മത്സരം ഒരു പരാജയത്തോടെ തുടങ്ങാനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ വിധി. എങ്ങനെ ഉണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ പെർഫോമൻസ്? കളി ഫസ്റ്റ് ഹാഫിൽ ഇത്തിരി നല്ല ഇതായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ നല്ല ക്രോസും കാര്യങ്ങളെല്ലാം വന്നിരുന്നു. നമ്മൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇന്ന് വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയോടുകൂടിയാണ് വന്നിരുന്നത്. പക്ഷേ എന്തോ എല്ലായ്പ്പോഴും പറയുന്ന മാതിരി നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് ഇനിയും നമുക്ക് പറയാം. ടീമിനോടൊപ്പം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രതീക്ഷയാണ്. അതെ അതെ, നമ്മൾക്കൊരു പ്രതീക്ഷയാണല്ലോ, അതെല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫ് നല്ലൊരു രീതിയിൽ കളിച്ചു. സെക്കൻഡ് ഹാഫും ലാസ്റ്റ് ടൈമായപ്പോൾ നല്ല എല്ലാ പാസുകളും കാര്യങ്ങളും വന്നിരുന്നു. പക്ഷേ എവിടെയൊക്കെയോ ചില മിസ്റ്റേക്കുകൾ, നമ്മളുടെ പാസിങ്ങിലെല്ലാം ഒരുപാട് മിസ്റ്റേക്ക് സംഭവിക്കുന്നുണ്ട്. എല്ലാം മാറ്റണം. ഇതെല്ലാം നമ്മൾ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇതെല്ലാം. പക്ഷേ എവിടെയൊക്കെയോ ചില പാളിച്ചകൾ സംഭവിക്കുന്നു. തിരിച്ചു വരാതിരിക്കില്ല. എന്നും നമ്മൾ കട്ടക്ക് കൂടെ ഉണ്ടാവും. എല്ലാ വർഷവും വരാറുണ്ട്. തുടക്കം മുതൽ വരും. എല്ലാ ഫാമിലി ആയിട്ട് തന്നെ വരുന്നത്. ഇപ്പോൾ ഇന്നലെ മുംബൈ സിറ്റിയുടെ ഒരു പേജിലൊക്കെ കണ്ടു, മുംബൈക്ക് തന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തോ? അങ്ങനെയൊന്നുമില്ല. കുറച്ച് പേര് അവരെ പേഴ്സണലി അറിയാം. അപ്പോൾ അവരെ മീറ്റ് ചെയ്യാൻ പോയപ്പോൾ എല്ലാവരായിട്ടും നമുക്ക് 90 മിനിറ്റ്സ് ഓൺ ദ പിച്ചാണല്ലോ നമുക്ക് അവർ റൈവൽസ്. ബട്ട് ഓഫ് ദ പിച്ച് ഇവരെല്ലാവരും സെയിം ഫുട്ബോൾ, സെയിം പാഷൻ. അപ്പോൾ അങ്ങനെ പോയി എല്ലാവരും മീറ്റ് ചെയ്തു. സോ ഗ്രേറ്റ്ഫുൾ. ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കുറവായിട്ട് തോന്നുന്നത് ഇപ്പോൾ 2 മത്സരം കഴിഞ്ഞപ്പോൾ? ഇപ്പോൾ പറയുകയാണെങ്കിൽ ഫൈനൽ തേർഡും അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഫിനിഷിങ് ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു നല്ലൊരു സ്ട്രൈക്കർ ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തു. ലൈക്ക് ഇപ്പോഴാണെങ്കിലും മാർലോൺ ഇന്ന് അടിപൊളിയായിട്ട് കളിച്ചു. ബട്ട് ആള് സബ് ചെയ്തോ അറിയില്ല, ബട്ട് ആളും നന്നായിട്ട് കളിച്ചു. ഇപ്പോൾ കെവിൻ ആണെങ്കിലും. ബട്ട് ഫൈനൽ തേർഡിലേക്ക് വരുമ്പോൾ ഗോളായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പ്ലെയേഴ്സ് ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം പോലെ തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഫസ്റ്റ് ലെവലിൽ കളിപ്പിക്കണം അങ്ങനെയുണ്ട്. പിന്നെ മേ ബി ലൈക്ക് നമുക്ക് വേറെ ബെഞ്ച് സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഇറക്കുമ്പോഴും എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് കോച്ച് ഫസ്റ്റ് 11 ഇറക്കാതെ ആയിരിക്കും. ബട്ട് മേ ബി നെക്സ്റ്റ് ടൈം ഫസ്റ്റ് 11 ഒന്ന് ഇറക്കി നോക്കിയാൽ ചിലപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഒന്നും കൂടി ഇതാക്കാം. ലൂണേനെ മിസ് ചെയ്തോ? നല്ലോണം മിസ് ചെയ്തു. ലൂണേന്റെ കടുത്ത ഫാനാ? അതെ, ഞാൻ ലൂണ ഫാനാ. അപ്പൊ ഇത്തവണ ലൂണ ഇല്ലാത്തതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് തോന്നി. ലൈക്ക് നമുക്ക് വേറെ ആരും ഇല്ല. നമ്മൾ ലൂണ അല്ലെങ്കിൽ നോവ എന്ന് പറഞ്ഞൊരു ഹോപ്പ് വെക്കാൻ ആരും ഇല്ല ഇത്തവണ. അപ്പോൾ സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും ശരിക്കും ആരും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തു. ഫസ്റ്റ് ഹാഫ് ഓക്കെ ആയിരുന്നു, ബട്ട് സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും ശരിക്കും ശോകമായി. നമ്മൾ പൊതുവെ കരുതിയിരുന്നു കഴിഞ്ഞ ദിവസം ഒരുപാട് തർക്കങ്ങളും മറ്റുമൊക്കെ ഉണ്ടായി, അപ്പോൾ ഒരുപാട് ആരാധകരൊന്നും വരില്ലാന്ന്. പക്ഷെ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫ് നല്ലോണം കളിച്ച് സെക്കൻഡ് ഹാഫ് ആയപ്പോൾ പോയി. ലാസ്റ്റ് ആയപ്പോൾ ഇരുന്ന് വന്ന് പിന്നെയും പോയി. നമ്മൾ തിരിച്ചു വരും അല്ലേ? ഉറപ്പായിട്ടും എന്തായാലും വലിയ പ്രതീക്ഷ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പങ്കുവയ്ക്കുന്നത്. അടുത്ത മത്സരത്തിൽ ശക്തമായ തിരിച്ചുവരവ് തന്നെ ടീം നടത്തുമെന്നുള്ള സൂചന തന്നെയാണ് ആരാധകർ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സൂരജിനൊപ്പം റിപ്പോർട്ടർ ജയേഷ് പൂക്കോട്ടൂർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.